മഴ പെയ്യണ മുന്നേ ഞങ്ങൾ പുഴയ്ക്കൊന്ന് പോയതിൻ്റെ വീഡിയോ ആണ് കേട്ടോ അത്. പക്ഷേ ഇപ്പോൾ അവിടേക്ക് പോകാൻ പറ്റില്ല. ഞാനിപ്പോൾ നടന്നു പോകുന്ന ഈ വഴിയൊക്കെ നല്ലപോലെ വെള്ളം നിറഞ്ഞ് മുങ്ങിയിട്ടുണ്ട്. ഓരോ സ്ഥലത്തും ഇപ്പോൾ ഓരോ അപകടമാണ്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക കേട്ടോ. മകൻ ചെറുതായിരിക്കുന്ന സമയത്ത് അവന് അമൃതം പൊടി പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. കിട്ടിയാലൊക്കെ കഴിക്കും. എന്നാലും ആ സമയത്താണ് കുറേ ഗ്യാപ്പ് വന്നിട്ട് അമൃതം പൊടിയിൽ കുറേ വിഷമൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് 7 മാസത്തോളമാണ് തോന്നുന്നു അമൃതം പൊടി തീരെ കിട്ടാതെ. അപ്പോൾ പിന്നെ ഞാൻ തന്നെ വീട്ടിൽ പൊടിച്ചു കൊടുക്കാൻ തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പം അതാ എൻ്റെ നാത്തൂൻ്റെ മകൾക്ക് കിട്ടുന്നുണ്ട്. ഇപ്പം മകന് കിട്ടില്ല, 3 വയസ്സ് കഴിഞ്ഞാൽ കിട്ടില്ലല്ലോ. അപ്പോൾ നാത്തൂൻ്റെ മകൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അവളത് കഴിക്കാത്തതിനെ കൊണ്ട് വീട്ടിലാട്ടോ. അപ്പം ഇഷ്ടമല്ലേ പറഞ്ഞ് കൊണ്ടുവയ്ക്കുക. പക്ഷേ ഒരു 4 വയസ്സ് കഴിഞ്ഞ് ഈയിടെയായിട്ട് എൻ്റെ മകന് ഇപ്പം അമൃതം പൊടിയേ വേണ്ട, ഇഷ്ടമേ ഇല്ല. അപ്പോൾ അതെങ്ങനെയെങ്കിലുമൊക്കെ തീറ്റിക്കേണ്ടേ പറഞ്ഞ് ഞാൻ ഓരോ രീതിയിൽ ഓരോന്നാക്കി കൊടുക്കും. അപ്പോൾ അങ്ങനെ ആക്കി കൊടുത്ത കൂട്ടത്തിൽ ഇതുപോലെ ഞാൻ അട ചെയ്ത് കൊടുത്തപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമായി. ഇതാ ഇപ്പോഴും ഞങ്ങളെ വീട്ടിൽ ഒരു 8ഓളം പാക്ക് ഇതുപോലെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുവരെ ഞാൻ കഴിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എക്സ്പയർ ആകുന്നതിൻ്റെ മുന്നേ വേഗം എല്ലാം എടുത്തിട്ട് ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് കാണിച്ച് കൊടുക്കുക ചെയ്യുക. അപ്പോൾ അതുപോലെ ഉണ്ടാക്കിയിട്ട് അവന് ഇഷ്ടപ്പെട്ടൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ വെച്ചത് നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്യാമെന്ന്. കാരണം നിങ്ങൾക്ക് മക്കളിങ്ങനെ കഴിക്കാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിച്ചോളുമല്ലോ. അപ്പം ഞാനിത് അമൃതം പൊടി എടുത്തിട്ട് ഇതേപോലെ അതിന് പകുതി കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതൊരു പാത്രത്തിലേക്ക് ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് എത്ര മധുരം വേണമെങ്കിലും അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ ഓൾറെഡി നമ്മൾ അമൃതം പൊടിയിൽ മധുരം ഉണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഞാനൊന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടി 2 സ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിൽ കേട്ടോ. അതും ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമ്മൾ ചൂട് വെള്ളം ഒഴിച്ചാൽ ഒന്ന് കുഴച്ചെടുക്കുക. ചപ്പാത്തി കുഴയ്ക്കുന്ന പോലെ നല്ല ചൂടുവെള്ളം തന്നെ ഒഴിച്ച് കുഴച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് കുറച്ച് വെള്ളം മതി. ഞാൻ ഈ കപ്പിന് എടുത്തതേ ഉള്ളൂ. ഇത്ര പോലും വെള്ളം നമുക്ക് ആവശ്യമില്ല, കുറച്ച് വെള്ളം മാത്രം മതി. അപ്പോൾ ഒഴിച്ച് കുഴയ്ക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കുഴയ്ക്കാൻ നോക്കുക. കാരണം പെട്ടെന്ന് നമ്മുടെ അമൃതം പൊടിയിൽ വെള്ളം കൂടിപ്പോകും. അപ്പോൾ കുറച്ച് മാത്രം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ച് മിക്സ് ചെയ്ത് ഒരു ചപ്പാത്തിയുടെ ബോൾ കണക്കെ നമുക്കിത് കുഴച്ച് ഉരുട്ടിയെടുക്കാം കേട്ടോ. ഇത് കുഴച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഫില്ലിങ്സ് ഒക്കെ വെക്കാതെ ഇങ്ങനെ തന്നെ പരത്തി അന്ന് ആവി വേവിച്ചെടുത്താൽ അതും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് ഈ അമൃതം പൊടി. അവൻ അങ്ങനെ കഴിക്കാൻ ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഞാൻ എന്തെങ്കിലുമൊക്കെ വേണ്ടേ പറഞ്ഞ് ഫില്ലിങ്സ് ഒക്കെ ആക്കി വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഫില്ലിങ്സിന് വേണ്ടി ആ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 സ്പൂൺ അളവിൽ നെയ്യ് ചേർത്തിട്ട് ഒരു 1/2 കപ്പ് അളവിൽ അവിലും ചേർത്ത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുക. നിങ്ങൾക്ക് ഫില്ലിങ്സ് ഇതന്നെ ആക്കണമെന്നില്ല, പഴമോ വേറെ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പക്ഷേ അവൻ പഴമൊന്നും കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ അവിലെടുത്തത്. അവൻ കഴിക്കുന്നുണ്ട്. അപ്പം അവിൽ ഇതേപോലെ കുഴച്ച് കൊടുത്തിട്ട് അത് നമ്മളൊന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഞാൻ 1/2 കപ്പ് അളവ് തന്നെ തേങ്ങയും ചേർത്ത് കൊടുത്ത് അത് 1-2 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. നല്ലപോലെ വറുത്തെടുക്കൊന്നും വേണ്ട. അതൊന്ന് 2 മിനിറ്റ് ചൂടാക്കിയ ശേഷം നമുക്കതെടുത്ത് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഒന്ന് തണുക്കാൻ വേണ്ടി 2 മിനിറ്റ് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം കേട്ടോ. അങ്ങനെ ഒന്ന് തണുത്ത ശേഷം മാത്രം അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. മധുരത്തിന് എത്രയാണോ വേണ്ടത് അത്ര ചേർത്ത് കൊടുക്കുക. ഞാൻ അതിൻ്റെ ഒരു 1/2 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ മാറ്റി വെച്ച ശേഷം ചേർക്കാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ ചൂടോടെ തന്നെ അതിൽ ചേർത്ത് കൊടുത്താൽ പഞ്ചസാര മെൽറ്റായി പോകും. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് ഈ ഒരു ഫില്ലിങ്സ് കിട്ടില്ല. അപ്പോൾ അത് മാറ്റി വെച്ച ശേഷം മാത്രം ഇതുപോലെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഇലയാണ് വേണ്ടത്. ഞാൻ എപ്പോഴും ഇത് അവിടെ പോയിട്ടാണ് ഇല മുറിക്കാറ്. പക്ഷേ ഇപ്പം നല്ല മഴ പെയ്യുന്നുണ്ട്. പിന്നെ ആ കനാലിലൊക്കെ വെള്ളം നിറഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ അങ്ങോട്ട് പോയില്ല. നമുക്കിനി വീടിൻ്റെ പുറകെ പോയിട്ട് ഇല മുറിച്ചെടുക്കാം കേട്ടോ. വീടിൻ്റെ ബാക്കിലുള്ള ഇല പറയുന്നത് അത്യാവശ്യം നല്ല വലിയ ഇലയാണ്. അതുകൊണ്ട് നമുക്ക് നല്ല വട്ടത്തിലൊക്കെ പരത്തിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ ഇതേപോലെ 2 ഇല മുറിച്ചെടുത്തിട്ടുണ്ട്. മഴ പെയ്യുന്നതിനെ കൊണ്ട് തന്നെ ഇലയൊക്കെ നല്ലപോലെ നനഞ്ഞിട്ടുണ്ട്. തുടച്ചെടുത്താൽ മാത്രം മതി, കഴുകിയെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനത് നമുക്ക് ഏത് അളവിലാണോ വേണ്ടത് അതേ അളവിൽ മുറിച്ചെടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഗ്യാസിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി വാട്ടിയെടുക്കാം കേട്ടോ. ഇങ്ങനെ വാട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് റോൾ ചെയ്യാനും മടക്കാനും ഒക്കെ നല്ലപോലെ കിട്ടും. അല്ലെങ്കിൽ പെട്ടെന്ന് ഇല മുറിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഇതുപോലെ തന്നെ ഒന്ന് വാട്ടിയിട്ടെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഞാനിതാ കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ റോൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ അമൃതം പൊടിയിൽ പറ്റി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെ ഓയിൽ തേച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇതേപോലെ ഓയിൽ തേച്ച് നമുക്ക് എത്രയാണോ കട്ടിക്ക് ആവശ്യം അതിനനുസരിച്ച് ബൗളാക്കി നമുക്ക് അമൃതം പൊടി എടുത്തിട്ട് ഇതേപോലെ വെച്ചൊന്ന് പരത്തി പ്രസ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, കുറച്ച് കട്ടിക്ക് തന്നെ എടുക്കുക. കാരണം നമ്മൾ സാധാ മാവ് പോലെയല്ല, അത് പെട്ടെന്ന് വിട്ട് വരും. എന്താ പറയുക, കീറി വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നോക്കി 2 കൈ കൊണ്ടും പ്രസ് ചെയ്ത് ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കുക കേട്ടോ. ചെറിയ പരത്തിയിട്ടും മതി, ചെറിയ റോളാക്കി ചെയ്തെടുത്താൽ മതി കേട്ടോ. വലിയ കട്ടിക്കൊന്നും വേണ്ട. എല്ലാ ഭാഗവും ഒരേപോലെ പരത്തി ഒരേ കട്ടിക്ക് തന്നെ ആക്കാൻ നോക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഫില്ലിങ്സ് വെച്ചിട്ട് ഈ ഇല വെച്ച് തന്നെ മടക്കി നമുക്ക് റോൾ ചെയ്ത് കൊടുക്കുക. നമ്മൾ സാധാരണ കൈ വെച്ച് മടക്കും പോലെ മടക്കാൻ നോക്കിയാൽ അമൃതം പൊടി അങ്ങനെ മടങ്ങി വരില്ല. അപ്പോൾ ഇല വെച്ചിട്ട് തന്നെ ഒന്ന് മടക്കി റോൾ ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാം കൂടെ റോൾ ചെയ്തെടുക്കാം കേട്ടോ ഇല വെച്ചിട്ട്.
15 മിനിറ്റ് നമുക്ക് ഇഡ്ഡലി തട്ടിൽ വെച്ച് ഒന്ന് ആവി കയറ്റിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് അട റെഡിയായി കിട്ടും. നല്ല എയർ ടൈറ്റുള്ള പാത്രമാകുമ്പോൾ 15 മിനിറ്റിന് മതി കേട്ടോ. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ നോക്കിയിട്ട് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുക. അപ്പോൾ 15 മിനിറ്റ് ശേഷം ഇതാ നല്ലപോലെ ആയി വന്നിട്ടുണ്ട്. ഞാൻ തണുത്ത ശേഷം കേട്ടോ തുറന്നിട്ട് എടുക്കുന്നത്. അപ്പം നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ അമൃതം പൊടി ഇനി കളയണ്ട, ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഇതല്ലാതെ വേറെ റെസിപ്പീസ് ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യട്ടാ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ കുറേ കുട്ടി കുട്ടി വീഡിയോസ് ഉണ്ട്, അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടണേ. അപ്പം ടാറ്റാ.